സമീർ, യഥാർത്ഥത്തിൽ ഈ വീട്ടുകാർക്കൊക്കെ വലിയ ആശ്വാസമായല്ലോ. അവരോട് നമ്മൾ തീർച്ചയായിട്ടും പറയണം, ഈ കുട്ടികളെ ഇനി വഴക്കൊന്നും പറയരുത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ അവർ പെരുമാറണം. കാര്യം കുട്ടികൾ നന്നായി പേടിച്ചിരിക്കുകയാകും. കാരണം ഇത്രയും വാർത്തയും ബഹളങ്ങളും ഒക്കെ ഉണ്ടായി ഇനി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്താവും സ്ഥിതി എന്നുള്ളത് പറയും. ഞാനിപ്പോൾ നിൽക്കുന്നത് കാണാതായ ഈ ഒരു കുട്ടിയുടെ വീട്ടിലാണ്. ആ കുട്ടിയുടെ അച്ഛനെ ഇന്നലെ രാത്രിയിൽ കണ്ടുകിട്ടിയ സമയത്ത് ഈ പെൺകുട്ടി സംസാരിച്ച്, അപ്പോൾ വീഡിയോ കോളിൽ സംസാരിച്ച സമയത്ത് തന്നെ പറഞ്ഞത് തന്നെ വന്നു കഴിഞ്ഞാൽ ചീത്ത പറയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പിതാവ് വളരെ പക്വമായി ഇടപെട്ടു. ഒരു പ്രശ്നവുമില്ല, മോള് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും തന്നെ ഇല്ല എന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആ പിതാവ് പറഞ്ഞത്. ആ പിതാവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഏതായാലും ആ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, വലിയൊരു ആശ്വാസമാണല്ലേ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ? അതെ, മോള് വന്നതിൽ വലിയൊരു ആശ്വാസമാണ്. ഇത് പറയേണ്ട വയ്യ. താന്നൂർ നമ്മളെ സ്റ്റേഷനിലുള്ള അവരിടപെടലും, താന്നൂർ പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ. അവരത് പോയി അതിൽ വേണ്ട കാര്യങ്ങൾ, ഒരു കടുകുമണി ചോരാതെ അവരെല്ലാ കാര്യങ്ങളും അത് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ നാട്ടുകാരും ഓടി പായാനും അതിന് ചെയ്തതും അതൊക്കെ അവർ ഏറ്റവും കൂടെ എങ്ങനെ ഇപ്പോൾ നന്ദി പറഞ്ഞാലൊന്നും തീരുന്ന ഒരു കാര്യങ്ങളൊന്നും അല്ല അത്രയും ചെയ്തത് അവർ. അപ്പോൾ ഇതുവരെ എത്തിച്ച് മോളെ ഇതുവരെ നിൽക്കുന്ന കാര്യങ്ങൾ അവർ വളരെയധികം കഷ്ടപ്പെട്ടും കൊണ്ടാണ് അവരെല്ലാവരും ഉറക്കു വെച്ചിട്ടും കഷ്ടപ്പെട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ ഒരിക്കലും നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോൾ എത്രയും പെട്ടെന്ന് എനിക്കിവിടെ എത്തിക്കിട്ടണം. പിന്നെ ഈ ചാനലുകാരനെ പറ്റി നമ്മളിപ്പോൾ പൊതുവേ അത് എൻ്റെ മോള് 10-15 വയസ്സായിട്ടുള്ളൂ. കാരണം ചെറുപ്പമാണ്. അപ്പോൾ ഈ ചാനലുകാരിൽ നിന്നുണ്ടാകുന്ന പല ദൂഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും അത്തരം ഒരു ഇതായ രീതിയിൽ ഒരിക്കലും ഈ ആയി വരരുത്. അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു വിഷമം അറിയാലോ, കുട്ടികളുടെ കാര്യങ്ങളായിട്ടുള്ള അത് വരാൻ പാടില്ല. വെച്ചാൽ ഒരു അപ്രത്യക്ഷമായൊരുണ്ടായ സംഭവമാണ്. അതൊരു എന്തോ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ഇതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് അറിയില്ല. അപ്പോൾ അതൊരു കണക്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് പറയാം. ഇന്നലെ രാത്രിയിൽ മോളോട് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നല്ലേ? മോളോട് വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. മോളോട് സംസാരിച്ചപ്പോൾ സങ്കടം ഇതൊക്കെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ പെട്ടെന്ന് വരാൻ നോക്ക്, വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കാണ് ചെയ്തത്. എന്തായിരുന്നു മോള് രാത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത്? മോള് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ആ ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. സാധാരണ നിൽക്കുമ്പോൾ തന്നെ അപ്പം ഞാൻ അങ്ങോട്ടാണ് പോട്ടെ, മോളെ ഇത്രയും പെട്ടെന്ന് എത്താൻ നോക്കി, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ടാണ്. മകളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അവിടെ ഈ സെലൂണിലൊക്കെ അത്യാവശ്യം പണം ചിലവാക്കിയിട്ടുണ്ട്. അത് മോളെ കയ്യിൽ പൈസകളൊന്നുമില്ല. പിന്നെ കൂട്ടുകാരത്തികൾ അവരെയുള്ള എന്തെങ്കിലും ലോകിയപ്പോഴത്തെ സ്ഥിതികൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും കിട്ടാൻ വലിയ കൂടുതൽ പ്രയാസമില്ലല്ലോ. അവരെ കൂട്ടുകാരികൾ അവരെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നു. SKN ഒരു കുട്ടിയുടെ പിതാവാണ് നമ്മളുമായി സംസാരിച്ചത്. ഇന്നലെ പുലർച്ചെ 1:45 വരെ അദ്ദേഹം നമ്മളൊക്കെ തന്നെ താന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആദ്യം ഈ കുട്ടികളെ കണ്ടെത്തുന്ന സമയത്ത് താന്നൂർ DYSP ആണ് ഈ കുട്ടികളോട് ആദ്യം സംസാരിക്കുന്നത്. ആ സമയത്തും ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് തങ്ങളെ ചീത്ത പറയുമോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു DYSPയോട് ഈ കുട്ടികൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ DYSP അവളെ വളരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അത്തരം ഒരു ആശങ്കക്കും വേണ്ട, ഇവിടെ കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, തയ്യാറാക്കാം, വീട്ടിലോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കാമെന്നായിരുന്നു DYSP പറഞ്ഞത്. അതിനുശേഷം പിതാവുമായി ആ കുട്ടികൾ സംസാരിച്ചു. അപ്പോഴും പിതാവും വളരെ പക്വമായി തന്നെ കുട്ടികളോട് ഇടപെട്ടു. വരാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടെന്നും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതുമായിരുന്നു കുട്ടികളോട് പറഞ്ഞത്. ഏതായാലും താന്നൂർ പോലീസ് നിലവിൽ ഈ മുംബൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മുംബൈയിലേക്ക് വിമാനത്തിലാണ് പോകുന്നത്. മുംബൈയിലെത്തിയ ശേഷം അവിടെ നിന്നും പൂണെയിലേക്ക് ട്രെയിൻ മാർഗം എത്തി അതിനുശേഷം കുട്ടികളെ കൈമാറ്റം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ വാർത്ത പുറത്തു വന്നത് മുതൽ വലിയ ആശങ്കയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 16 വയസ്സ് മാത്രം പ്രായമായ 2 പെൺകുട്ടികൾ മുംബൈ പോലെയുള്ള വലിയൊരു നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു ആശങ്ക കുടുംബത്തിനും എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസും ഒപ്പം തന്നെ മുംബൈ മലയാളികളും എല്ലാവരും വളരെ ആർജവത്തോടു കൂടി ഇടപെട്ട് വലിയ ഒരു തിരച്ചിൽ നടത്തി കുട്ടികളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ കുട്ടികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഇവർ തന്നെ മൊബൈൽ ഫോൺ ഓണാക്കുകയും എല്ലാം ചെയ്തതാണ് പിന്നീട് ഈ കണ്ടെത്താൻ വളരെ സഹായകമായിരിക്കുന്നത്. SKN.